വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മരുതൂർ PUP സ്കൂളിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെ 1ഓടെയാണ് രണ്ടംഗ സംഘം ഓഫീസ് മുറി തകർത്ത് മോഷണം നടത്തിയത്. കല്ലൂർക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മരുതൂർ PUP സ്കൂളിന്റെ ഓഫീസ് മുറി തകർത്ത് മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെ 1ഓടെയാണ് ഓഫീസ് മുറിയിൽ രണ്ടംഗ സംഘം മോഷണം നടത്തിയത്. മോഷ്ടാക്കൾ കവർന്ന ലാപ്ടോപ്പ് പ്രദേശവാസിയുടെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ തിരികെ കിട്ടി. പ്രദേശവാസിയായ അഭിജിത്ത് ജോലി കഴിഞ്ഞ് രാത്രി 1:30 സ്കൂളിന് സമീപമുള്ള കനാൽ റോഡ് വഴി വീട്ടിലേക്ക് പോകുമ്പോൾ സ്കൂൾ റോഡിൽ നിന്നും കറുത്ത വേഷം ധരിച്ച 2 പേർ വരുന്നത് കണ്ടു. പ്രദേശവാസി കണ്ടെന്ന് മനസ്സിലായതോടെ മോഷ്ടാക്കൾ അഭിജിത്തിനെ ആക്രമിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിന്റെ ഇടയിൽ അഭിജിത്തിന്റെ നഷ്ടപ്പെട്ട ഫോൺ തിരികെ എടുക്കാൻ വന്നപ്പോഴാണ് ഫോണിനൊപ്പം ലാപ്ടോപ്പും തിരികെ കിട്ടിയത്. ഇന്നലെ വർക്ക് കഴിഞ്ഞിരുന്ന വഴിക്ക് സ്കൂളിലെ താഴെ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 വ്യക്തികൾ ഓടി തന്നെ കണ്ടു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, ഇങ്ങനെ എങ്ങോട്ടായി ഓടി പോകുന്നത്. അപ്പോൾ ഒരുത്തിനെ പിടിച്ചു നിർത്തിയപ്പോഴേക്കും അവനെ ഒരു കാലിലാണ് മർദ്ദിച്ചു കഴിഞ്ഞാൽ നേരെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ മിസ്സായ കാര്യമാണ് ഞാനപ്പോൾ ആലോചിക്കുന്നത്. ഫോൺ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടി. ലാപ്ടോപ്പ് എടുത്ത വഴിക്ക് തന്നെ ഞാൻ കൂട്ടുകാരനെ വിളിച്ച് ഇത് കാര്യം പറയണ്ടായി. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് നേരെ CCTVയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അവരിനി വരുമോ ഇതൊന്നും അറിയത്തില്ല എന്ന് പറയും. പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അവര് എത്താൻ കുറച്ച് വൈകിയായിരുന്നു. അപ്പൊ ഞാൻ അതായിട്ട് വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായി മരിയ സ്കൂളിലെ ലാപ്ടോപ്പാണ്. സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന പരിപാടി ചൊവ്വാഴ്ച സ്കൂളിൽ നടത്താനായി ഭാരവാഹികൾ സ്കൂളിലെത്തിയിരുന്നു. പ്രധാനാധ്യാപിക വരാൻ താമസിച്ചതിനാൽ ഭാരവാഹികൾക്കായി പ്രധാനാധ്യാപികയുടെ മുറി തുറന്ന സമയത്താണ് സ്കൂൾ അധികൃതരും മറ്റുള്ളവരും മോഷണ വിവരം അറിഞ്ഞത്. ഭിത്തിയുടെ മുകളിൽ ഓഫീസ് മുറി വേർതിരിച്ച് സ്ഥാപിച്ചിരുന്ന പലക പൊളിച്ചാണ് മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിച്ചത്. പുറത്തുനിന്ന് ഭിത്തിയിൽ ചവിട്ടി കയറിയതെന്ന് സംശയിക്കുന്ന അടയാളങ്ങളും കണ്ടെത്തി. ഇന്ന് രാവിലെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തില് മരുതൂർ സ്കൂളിലേക്ക് കുറച്ച് നോട്ട്ബുക്ക് വിതരണത്തിനായിട്ട് ഞാനും മുൻ മെമ്പർ സുബിത സാബു, സേവാഭാരതിയുടെ പ്രവർത്തകർ ഒരു 9:30 സമയത്ത് ഞങ്ങൾ സ്കൂളിലെത്തുകയും HM വരാനായിട്ട് വൈകുന്നതിനാൽ സ്കൂളിലെ ടീച്ചേഴ്സ് HMന്റെ റൂം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് തുറന്നു തരുന്ന സമയത്താണ് ഞങ്ങൾ ഈ റൂമിൻ്റെ അവസ്ഥ കാണുന്നത്. ആദ്യമേ തന്നെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ സംഭവിച്ചാകാം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇരുന്നുണ്ടായിരുന്നത്. പിന്നീട് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ലാപ്ടോപ്പ് മോഷണം പോയതായിട്ടും ആരോ കയറി നടന്നതായിട്ടും സംശയം തോന്നിയതിന് പുറത്ത് ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്നെത്തി ഇതൊരു മോഷണ ശ്രമമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോഴാണ് സ്കൂളിലേതാണെന്ന് മനസ്സിലാക്കിയത്. സ്കൂളിലെത്തി ലാപ്ടോപ്പ് തിരിച്ചേൽപ്പിക്കാൻ ഇതേ സമയം അഭിജിത്ത് സ്കൂളിലെത്തിയതോടെ മോഷണം സ്ഥിരീകരിച്ച് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.